നാം നിലവിൽ കാണുന്ന കാബയുടെ വലതുവശത്തുള്ള ആ വലിയ കറുത്ത കല്ല് അത് ഹജറുൽ അസ്വദ് അല്ല. ഹജറുൽ അസ്വദിനെ കുറിച്ച് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ഹജറുൽ അസ്വദ്? കാബയെ മനോഹരമാക്കുകയും അതിന്റെ പ്രൗഢി ഉയർത്തുകയും ചെയ്യുന്ന, സ്വർഗത്തിൽ നിന്ന് മലക്കുകളാൽ ഇറക്കപ്പെടുകയും പിന്നീട് ഇബ്രാഹിം നബിയുടെ കരങ്ങൾ കൊണ്ട് യഥാസ്ഥാനത്ത് വെക്കുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാൽ ചുംബിക്കപ്പെട്ട ഒരു അനുഗ്രഹീത കല്ലാണ് ഹജറുൽ അസ്വദ്. ഭൂമിയിലേക്ക് ഇറക്കുന്ന സമയത്ത് പാലിനേക്കാൾ വെള്ള നിറത്തിലായിരുന്നു. എന്നാൽ പാപികളായ മനുഷ്യരുടെ കരങ്ങളാൽ അത് കറുത്ത നിറമായി മാറുകയായിരുന്നു. ഒരുപാട് പ്രവാചകന്മാരുടെയും പണ്ഡിതന്മാരുടെയും രാജാക്കന്മാരുടെയും വിശ്വാസികളുടെയും പ്രാർത്ഥനകളും സ്പർശനങ്ങളും ചുംബനങ്ങൾക്കും സാക്ഷിയായ ഹജറുൽ അസ്വദ് മക്കയിലുണ്ടായ അക്രമങ്ങൾക്കും കലാപത്തിനും കവർച്ചയ്ക്കും സാക്ഷിയായിട്ടുണ്ട്. ഹിജ്റ 60കളിൽ അബ്ദുല്ലാഹി സുബൈറുല്ലാഹു അൻഹു ഉമയ്യ രാജാക്കന്മാരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ കാബ തീപിടിക്കുകയും തകരുകയും ചെയ്തിട്ടുണ്ട്. ആ തീപിടുത്തത്തിൽ അതിന്റെ ചൂടേറ്റാണ് ആദ്യമായി ഹജറുൽ അസ്വദിന് വിള്ളലുണ്ടാകുന്നത്. പിന്നീട് അബ്ദുല്ലാഹി സുബൈറുല്ലാഹു അൻഹു കാബ പുനർനിർമ്മിക്കുകയും ഹജറുൽ അസ്വദ് ഉണ്ടായിരുന്ന സ്ഥലത്ത് വെള്ളി കൊണ്ട് ആകിരണം ചെയ്യുകയും വിള്ളലുണ്ടായ ഹജറുൽ അസ്വദ് ശരിയാക്കി അതിന്റെ അകത്ത് ഭദ്രമായി വെക്കുകയും ചെയ്തു. പിന്നീട് ക്രിസ്താബ്ദം 930-ൽ ഹജ്ജ് വേളയിൽ കറാമത്തുകൾ കാബ പിടിച്ചെടുക്കുകയും ഹജറുൽ അസ്വദ് യഥാസ്ഥാനത്ത് നിന്ന് കവർന്നെടുത്ത് ബഹ്റൈനിലെ എഹ്സയിലുള്ള അവരുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. 23 വർഷങ്ങൾക്ക് ശേഷം അബ്ബാസി രാജാക്കന്മാരുടെ പരിശ്രമം കൊണ്ട് ഹജറുൽ അസ്വദ് മക്കയിലേക്ക് കൊണ്ടുവരികയും യഥാസ്ഥാനത്ത് വെക്കുകയും ചെയ്തു. അന്ന് അത് പല കഷ്ണങ്ങളിലായിട്ടായിരുന്നു കൊണ്ടുവന്നത്. നാം നിലവിൽ കാണുന്ന കാബയുടെ വലതുവശത്തുള്ള ആ വലിയ കറുത്ത കല്ല് അത് ഹജറുൽ അസ്വദ് അല്ല. അതിനോട് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന വെറും 8 കഷ്ണങ്ങൾ മാത്രമാണ് ഹജറുൽ അസ്വദ്. ഹജറുൽ അസ്വദിനോട് നാം ചെയ്യുന്ന ചുംബനങ്ങളും സ്പർശനങ്ങളും അത് ആരാധനയായിട്ടല്ല, മറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പിൻപറ്റുക മാത്രമാണ്. അതുകൊണ്ടാണ് ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു ഹജറുൽ അസ്വദിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞത്: ഉപദ്രവമോ ഉപകാരമോ ചെയ്യാൻ പറ്റാത്ത വെറും കല്ല് മാത്രമാണ് നീ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്നെ ചുംബിക്കുന്നത് കണ്ടില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ നിന്നെ ചുംബിക്കുമായിരുന്നില്ല. ഹജറുൽ അസ്വദ് is not only a stone, it's a witness, a miracle, a memory.